ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമ്മളൊരു അടിപൊളി വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കമ്പുകളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണങ്ങിപ്പോയ ഒരു കാന്താരിയുടെ കമ്പാണ് പറിച്ചെടുക്കുന്നത്. ഇത് വെച്ചുള്ള ഒരു wallcraft വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ കുറച്ച് കമ്പൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചെറിയ പീസായിട്ടൊന്ന് ഒടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ 4 സൈഡിലും ഞാൻ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ബോർഡർ കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ബോർഡർ വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കാന്താരി മുളകിൻ്റെ തണ്ടെടുക്കുക. എന്നിട്ട് അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് ഒടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതുമേലായിട്ട് ആ കാന്താരി മുളകിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിലൊന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇട്ടുന്നത്. ഇപ്പോൾ ഇതേ നമ്മുടെ കാർഡ്ബോർഡ് പീസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബോർഡർ വരച്ചു കൊടുത്തില്ലായിരുന്നു, അപ്പോൾ അവിടേക്ക് പോവാത്ത രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുക്കണേ. ഞാനിപ്പോൾ ഒരു ആൻറ്റിക് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കും. പിന്നെ അതിന് മുകളിലായിട്ട് മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് ഗോൾഡൻ കളറാണ് അടിച്ചു കൊടുക്കണേ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മെറ്റാലിക് കളേഴ്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ആ ഒരു സ്പോഞ്ചിലാക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വിരലിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചെടുത്തപ്പോൾ അതിൻ്റെ ബോർഡറിനൊക്കെ പുറത്തേക്കായിട്ടൊന്ന് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ബോർഡർ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഗോൾഡൻ കളർ കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ സ്റ്റെമ്മൊക്കെ വെച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡിലായിട്ട് ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റെമ്മൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പടർന്ന് നടക്കുന്ന ചെടികളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചിങ്ങനെ വളഞ്ഞും അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ കമ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വന്നേക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഉണങ്ങിപ്പോയ ചെടിയുടെ കമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ വഴിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കമ്പുകൾ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാം. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നേരത്തെ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ചിലർ കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു അതില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. പിന്നെ ഇതേ നമ്മൾ കുറച്ചുകൂടി ക്ലേ എടുത്തിട്ട് ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 3 പെറ്റലുള്ള ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റോസാപ്പൂവും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് സ്റ്റെമ്മൊക്കെ ഒട്ടിച്ചു കൊടുത്തില്ലായിരുന്നോ, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ലീവ്സ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതേ ഇവിടെ ആയിട്ട് നമ്മൾ ആ ഒരു 3 പെറ്റൽ വെച്ച് ചെയ്തിട്ടുള്ള കുഞ്ഞു ഫ്ലവർ ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു 2 ഫ്ലവർ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലീവ്സ് കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റോസാപ്പൂവാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, ആ ഒരു രീതിയിൽ അധികം കട്ടിയില്ലാതെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞടുപ്പ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സർക്കിൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ചിലവർക്കൊക്കെ അറിയായിരിക്കും. അങ്ങനെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് അതുപോലത്തെ 5 സർക്കിൾ ഷേപ്പിലുള്ളതാണ് വേണ്ടത്. അത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 ഫ്ലവേഴ്സാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഫ്ലവേഴ്സായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു റോസ് ഫ്ലവറിൻ്റെ രീതിയിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിലായിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടും കുറച്ച് ലീവ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ചുകൂടി ലീവ്സ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലേ കൊണ്ടുള്ള പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനായിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് നമ്മുടെ ബോർഡർ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ആ സ്റ്റെമ്മ് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് ക്ലേ എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ 4 സൈഡിലൊന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മളതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക്
ഇഷ്ടമുള്ള കളേഴ്സ് തന്നെ എടുക്കാം. ഞാൻ ആദ്യം ആ ഒരു ബോർഡറിലായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ലീവ്സിനും സ്റ്റെമ്മിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്ലവേഴ്സിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മെറ്റാലിക് ടച്ചാണ് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്ര നന്നായിട്ട് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ ലീവ്സിനും സ്റ്റെമ്മിനും ഒക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മെറ്റാലിക് ടച്ചാണ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിന് മുകളിലായിട്ട് ഇഷ്ടമുള്ള മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മെറ്റാലിക് കോപ്പറാണ് കൊടുക്കുന്നത്. പിന്നെ ആദ്യം നമ്മൾ ആ ഒരു ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുമേലായിട്ട് ഈ ഒരു കോപ്പർ കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതേ ഫ്ലവേഴ്സിന് കൂടി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു പരിപാടി ഉള്ളത് നമ്മുടെ ആ ഒരു ബോർഡർ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈം യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ടൊന്ന് വാർണിഷ് കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ലീവ്സിന് ഗ്രീൻ കളറാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ടൊരു മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ആൻറ്റീക് ലുക്കുള്ള വാൾ ഡെക്കർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.